പ്രിയമുള്ളവരെ, എല്ലാവർക്കും സ്മാർട്ട് കോർണറിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രായോഗിക മലയാളത്തിലെ മരുഭൂമികൾ പൂക്കുമ്പോൾ എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാമല്ലേ, ഈ ഒരു ബ്ലോക്കിനകത്ത് നമ്മൾ പ്രസംഗങ്ങളാണ്, പ്രഭാഷണങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വിഭാഗത്തിലെ അവസാനത്തെ യൂണിറ്റ് കൂടിയാണ് മരുഭൂമികൾ പൂക്കുമ്പോൾ എന്ന നമ്മുടെ ഈ ഒരു പാഠഭാഗം. തീർച്ചയായിട്ടും ഇതും ഒരു പ്രഭാഷണം തന്നെയാണ്. എം.എൻ. വിജയൻ എന്ന എഴുത്തുകാരൻ ബഷീർ അനുസ്മരണ വേദിയിൽ നടത്തിയിട്ടുള്ള ഒരു പ്രഭാഷണമാണ് നമ്മൾക്കിന്നിവിടെ പഠിക്കാൻ കേട്ടോ. ഈ ഒരു പ്രഭാഷണത്തിൽ ബഷീറിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ച്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച്, അനുഭവങ്ങളെക്കുറിച്ച് എല്ലാം തന്നെയുള്ള ഒരു വിശകലനമാണ് ഈ ഒരു പ്രസംഗത്തിലൂടെ എം.എൻ. വിജയൻ നടത്തുന്നത്. അപ്പം നമുക്കും ഇതിലൂടെ ബഷീർ എന്ന എഴുത്തുകാരനെ കുറിച്ച് പൂർണ്ണമായിട്ടും നമുക്ക് ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കാവുന്ന രീതിയിലാണ് ഈ ഒരു പ്രഭാഷണം നടത്തിയിട്ടുള്ളത്. അപ്പം നമ്മൾ അതാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് കടക്കാം. നമ്മുടെ പാഠഭാഗം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. 1960കളിൽ തകരക്കപ്പലുകൾ കൊണ്ടുണ്ടാക്കിയ ഷെഡിൽ പുസ്തക കച്ചവടം നടത്തിയ ഹർലിംഗ് എന്ന അമേരിക്കൻ കവിയെ പോലെ തിരസ്കൃതനായ കലാകാരനുണ്ടാകുന്ന മറുലോകത്തെക്കുറിച്ചുള്ള സങ്കല്പം ബഷീറിനും ചങ്ങമ്പുഴക്കുമെല്ലാം ഉണ്ടായിരുന്നു. അവരുടെ ഗ്രന്ഥങ്ങളുടെയും ജീവിതത്തിൻ്റെയും അർത്ഥം അതായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ പാഠഭാഗം തുടങ്ങുന്നത് കേട്ടോ. അതായത് നമ്മുടെ എം.എൻ. വിജയൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹർലിംഗ് എന്നുള്ള ഒരു അമേരിക്കൻ കവിയെ പോലെയാണ് നമ്മൾ ബഷീറിനുമായിട്ട് ഉപമിക്കുകയാണ്. 1960കളിൽ തകരക്കപ്പലുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഷെഡിൽ പുസ്തക കച്ചവടം ചെയ്തിട്ടാണ് ഹർലിംഗ് എന്നുള്ള അമേരിക്കൻ കവി വളർന്നു വന്നത്. അദ്ദേഹം എഴുത്തുകാരനാണ് എങ്കിൽ പോലും എന്ത് ചെയ്യുന്നു, അദ്ദേഹം തൻ്റെ പുസ്തകങ്ങൾ വിൽക്കുന്ന കച്ചവടക്കാരനായി തെരുവിലേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയായിരുന്നു ബഷീറും ചങ്ങമ്പുഴയുമെല്ലാം ലോകത്തെ തിരസ്കരിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരു സങ്കല്പ ലോകത്തിൽ നിന്നും മാറി ജീവിക്കുന്ന ഒരാളാണ്. നമ്മുടെ നാട്ടിലെ ഒരു പ്രാകൃതമായിട്ടുള്ള ഒരു ശീലം എന്ന് പറയുന്നത് എങ്ങനെയാണ്, എഴുത്തുകാരെന്ന് പറയുന്നത് അവർക്ക് അവരുടേതായ ഒരു ലേബൽ ഉണ്ടാവും. അവർ എഴുതുക മാത്രം ചെയ്യും, അതിനപ്പുറത്തേക്കൊരു ലോകം സൃഷ്ടിക്കാൻ അവരാരും തന്നെ ശ്രമിക്കാറില്ല. പക്ഷെ ബഷീറിനെയും ചങ്ങമ്പുഴയും പോലെയുള്ള ഒന്നോ രണ്ടോ എഴുത്തുകാർ മാത്രമാണ് ഇതുപോലെ വിപ്ലവാത്മകമായിട്ടുള്ള മാറ്റങ്ങളെല്ലാം എഴുത്തുകളിൽ കൊണ്ടുവരികയും ജീവിതത്തിൽ കൊണ്ടുവരികയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പം അതുപോലെ ഒരാളാണ് ചങ്ങമ്പുഴയും ബഷീറും എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ചങ്ങമ്പുഴയും ബഷീറുമെല്ലാം ജീവിതത്തിന്റെ പല അതിരുകളിലേക്ക് യാത്ര ചെയ്യുകയും അനുഭവങ്ങളെ തേടി പോവുകയും സ്വയം മുറിവേൽപ്പിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് എന്താണ്, ഈ ബഷീർ ആയാലും ചങ്ങമ്പുഴയായാലും ഒക്കെ എന്താണ്, അവരുടെ അനുഭവങ്ങളിൽ നിന്നാണ് കഥകൾ എഴുതുന്നത്, കവിതകൾ എഴുതുന്നത്. എല്ലാ എഴുത്തുകാരും അങ്ങനെ തന്നെയാണ്. പക്ഷേ അനുഭവങ്ങൾ തേടിപ്പോയവരാണ് ഈ രണ്ട് എഴുത്തുകാരും. മറ്റെല്ലാ എഴുത്തുകാരും അവരെ തേടി വന്ന അനുഭവങ്ങളിൽ നിന്നാണ് എഴുതിയിട്ടുള്ളത്. പക്ഷേ ബഷീർ ആയാലും ചങ്ങമ്പുഴയായാലും അവരെല്ലാം തന്നെ അവരുടെ അനുഭവങ്ങളെ തേടിപ്പോയി ഒരുപാട് വേദനയിലൂടെ കടന്നുപോയി ആ വേദനകളെ എല്ലാം സാഹിത്യ രൂപമാക്കി മാറ്റിയിട്ടുള്ള രണ്ടാളുകളാണ് ചങ്ങമ്പുഴയും ബഷീറുമെല്ലാം. ഭാഷയിലെ നിയമം തെറ്റിക്കുമ്പോഴേ, സമുദായത്തിലെ നിയമം ലംഘിക്കുമ്പോഴോ ഒരു എഴുത്തുകാരനോ വിപ്ലവകാരിയോ ലംഘനത്തിലൂടെ മറ്റൊരു ലോകം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. നിലവിൽ നമ്മുടെ നാട്ടിലുള്ള എന്തെങ്കിലും ഒരു വ്യവസ്ഥിതി അതുപോലെ തുടർന്നു പോകാൻ എല്ലാവർക്കും സാധിക്കും അല്ലേ. പക്ഷേ തനിക്ക് തെറ്റെന്ന് തോന്നുന്ന കാര്യം, അല്ലെങ്കിൽ ശരിയല്ല എന്ന് തോന്നുന്ന ഒരു കാര്യത്തെ, തെറ്റായൊരു കാര്യത്തെ അതിനെതിരെ സംസാരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ ഒരു കാര്യത്തിനെതിരെ സമൂഹം എല്ലാവരും ഒരേപോലെ അംഗീകരിക്കുന്ന ഒരു കാര്യത്തെ എതിർത്തുകൊണ്ട്, അതിനെ ലംഘിച്ചുകൊണ്ട് പുതിയൊരു മാറ്റം ഇവിടെ കൊണ്ടുവരാൻ സാധിക്കുക എന്ന് പറയുന്നത് അതെല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല അല്ലേ. അതുപോലെ ഒരു കാര്യമാണ് ബഷീർ ഇവിടെ സാഹിത്യ ലോകത്ത് ചെയ്തിട്ടുള്ളത്. അതെന്താണ്, നിലവിൽ നമ്മുടെ സാഹിത്യ ലോകത്ത് എങ്ങനെയായിരുന്നു, ഒരു പ്രത്യേക ഭാഷയിൽ മാത്രം, അച്ചടി ഭാഷയിൽ മാത്രം എഴുതിയിരുന്ന ഒരു സാഹിത്യമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. നമ്മുടെ എല്ലാ പുസ്തകങ്ങൾ എടുത്തു നോക്കിയാലും ഒരു അച്ചടി ഭാഷയായിരുന്നു, ഒരു പ്രത്യേക ഭാഷയിൽ, ആ ഒരു ഭാഷയിൽ മാത്രം, അല്ലെങ്കിൽ ആ ഒരു ഭാഷയല്ല ശൈലി കേട്ടോ, ആ ഒരു ശൈലിയിൽ മാത്രമേ എഴുത്തുകൾ എഴുതാൻ പാടുകയുള്ളൂ എന്നുള്ളൊരു നിലവിലുള്ളൊരു നിയമം, ലിഖിതമല്ലാത്ത ഒരു നിയമം നമ്മുടെ നാട്ടിൽ സാഹിത്യ ലോകത്തുണ്ടായിരുന്നു. ആ ഒരു നിയമത്തിനെ മാറ്റിമറിച്ചുകൊണ്ട് വിപ്ലവാത്മകമായിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ് ബഷീർ എന്ന് പറയുന്ന എഴുത്തുകാരൻ. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാലേ എങ്ങനെയാണ് ബഷീറിന്റെ എഴുത്തുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രാദേശിക ശൈലിയിലാണ് എഴുതുക. നമ്മുടെ എഴുത്തിൽ അത്തരം ഒരു മാറ്റം കൊണ്ടുവന്ന ഒരാളാണ് നമ്മുടെ ബഷീർ എന്ന് പറയുന്നത്. അപ്പോൾ നിലവിലുള്ള നിയമം തെറ്റിക്കുമ്പോഴാണ് നമുക്ക് ഒരു വിപ്ലവകാരിയായി മാറാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ പുതിയ ലോകമുണ്ടാക്കാൻ സാധിക്കുള്ളൂ. എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളും ചെയ്താൽ എന്താണ്, ആ ഒരു നിലവിലുള്ള കാര്യം തുടർന്നു പോവുകയാണ് അല്ലേ. നമ്മൾ എന്തെങ്കിലും മാറി ചിന്തിച്ചാലാണ് അവിടെ ഒരു മാറ്റം വരികയുള്ളൂ. അങ്ങനെ സാഹിത്യ ലോകത്ത് മാറ്റം കൊണ്ടുവന്ന ഒരാളാണ് നമ്മുടെ ബഷീർ. ബഷീറിനെ ബഹുമാനിക്കുന്നതും പത്മശ്രീ പോലുള്ള അംഗീകാരങ്ങൾ നൽകുന്നതുമെല്ലാം നമ്മുടെ സമുദായത്തിന്റെ ഭിത്തികളെ ഭേദിക്കാതിരിക്കാനും കുടുംബ വ്യവസ്ഥിതികളെ ചോദ്യം ചെയ്യാതിരിക്കാനുമാണ്.
ഇവിടെ കവി പറയുന്നത് എന്താ വെച്ചാൽ, ബഷീറിനെ പോലെയുള്ള ഇതുപോലെ മാറ്റം ആഗ്രഹിച്ചുകൊണ്ട് സമൂഹത്തിൽ ഒരുപാട് തിരുത്തലുകൾ കൊണ്ടുവരുന്ന ആളുകൾക്ക് പത്മശ്രീ പോലെയുള്ള അല്ലെങ്കിൽ വലിയ വലിയ ബഹുമതികളൊക്കെ കൊടുക്കുന്നത് എന്താണ്, അവരെ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിരുത്താൻ വേണ്ടിയിട്ടാണ് അവർക്ക് ഇത്തരം അംഗീകാരങ്ങൾ കൊടുക്കുന്നത്. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, സമൂഹത്തിലുള്ള സകല തെറ്റിനെതിരെയും അവർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ പല ഭിത്തികളെയും അവർ പൊളിച്ചെഴുതാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കും. അത് നമ്മുടെ കുടുംബ വ്യവസ്ഥിതിയെ പോലും തകർക്കും. നിലവിലുള്ള ഇപ്പോൾ നമ്മുടെ ഈ കുടുംബത്തിലുള്ള പല ആധിപത്യങ്ങളുണ്ടല്ലോ, അത്തരം വ്യവസ്ഥിതികളെയൊക്കെ തന്നെ എന്ത് ചെയ്യും, അവർ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത്തരം പത്മശ്രീ പോലെയുള്ള അംഗീകാരങ്ങളൊക്കെ കൊടുക്കുന്നത് അവരെ ഒന്ന് അടക്കിയിരുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്നാണ് നമ്മുടെ MN വിജയൻ്റെ ഒരു അഭിപ്രായം അദ്ദേഹം പറയുന്നത്. നമ്മുടെ സംസ്കാരം എത്ര സംസ്കാര വിരുദ്ധമായ അടിത്തറയിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയുന്ന മലയാള ഭാഷയിലെ ആദ്യത്തെ കൃതി ബഷീറിൻ്റെ ശബ്ദങ്ങളാണ് എന്നാണ് പറയുന്നത്. എന്താണ് ബഷീറിൻ്റെ ശബ്ദങ്ങൾ എന്ന കൃതിയുടെ പ്രത്യേകത, അല്ലെങ്കിൽ ആ ഒരു നോവലിൻ്റെ പ്രത്യേകത എന്താണ്? ആ ഒരു നോവൽ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യക്കകത്ത് നടന്ന പട്ടാളം എങ്ങനെയാണോ ഇന്ത്യയിലുള്ള സമൂഹത്തെ കാണുന്നത് എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ പട്ടാളത്തിൻ്റെ ഒരുപാട് കൊടുംകാര്യസ്ഥതകളൊക്കെ തന്നെ തുറന്നു കാട്ടുന്ന ഒരു പുസ്തകമാണ് ശബ്ദങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. വായിച്ചിട്ടുള്ള ആളുകൾക്ക് അത് മനസ്സിലാകും. അതിലെന്താണ് പറയുന്നത്, കാവൽക്കാരായി നിൽക്കുന്ന ആളുകൾ തന്നെയാണ് പട്ടാളക്കാർ. അവരെ നമ്മുടെ നാടിന് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇരുട്ടിൻ്റെ മറവിൽ അവർ പല കൊള്ളരുതായ്മകളും ചെയ്യുന്നുണ്ട്. ഈ നാട്ടിലെ സ്ത്രീകളെ, കുട്ടികളെയൊക്കെ, പെൺകുട്ടികളെയൊക്കെ ബലാത്സംഗം ചെയ്യുകയും അവരെ ഇരയാക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ തുറന്നു കാട്ടി പൊളിച്ചെഴുതുന്ന ഒന്നാണ് ശബ്ദങ്ങൾ എന്ന് പറയുന്നത്. അദ്ദേഹം തൻ്റെ അനുഭവങ്ങളിലൂടെ കണ്ട പല കാഴ്ചകളും അദ്ദേഹം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ആ ഒരു പുസ്തകത്തിൽ അല്ലെങ്കിൽ ആ ഒരു നോവലിൽ. അതുകൊണ്ടാണ് ഈ ശബ്ദങ്ങൾ എന്ന് പറഞ്ഞ കൃതി നമ്മുടെ സംസ്കാരം എത്ര സംസ്കാര വിരുദ്ധതയുള്ള അടിത്തറയിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് ഈ ഒരു നോവലിലൂടെ മനസ്സിലാകുന്നത് എന്നാണ് MN വിജയൻ പറയുന്നത് കേട്ടോ. ജീവിതത്തിലെ സ്നേഹത്തിൻ്റെയും വൈരൂപ്യത്തിൻ്റെയും രണ്ട് മുഖങ്ങളെയും തിരിച്ചറിയുന്നു എന്നതാണ് ബഷീർ നടത്തിയ പര്യടനങ്ങളുടെ മുഖ്യമായ സ്വഭാവം എന്ന് പറയുന്നത്. അതായത് ബഷീർ ഒരുപാട് യാത്ര ചെയ്ത ഒരാളാണ്. ബഷീറിൻ്റെ പിതാവ് എന്ന് പറയുന്നത് ഒരു മരക്കച്ചവടക്കാരായിരുന്നു. നാട്ടിൽ അത്യാവശ്യം നല്ല പ്രമാണിയായിട്ടുള്ള പണക്കാരനായിട്ടുള്ള ഒരാളാണ് ബഷീറിൻ്റെ പിതാവ് എന്ന് പറയുന്നത്. നിലവിൽ നമ്മുടെ അന്നത്തെ നാട്ടിലുള്ള വ്യവസ്ഥിതി, ഇന്നത്തെയും നമ്മുടെ നാട്ടിലുള്ള വ്യവസ്ഥിതി എന്താണ്, പിതാവിൻ്റെ ജോലി എന്താണോ ആ ഒരു ജോലി മകൻ ഏറ്റെടുക്കുന്നു, എന്നിട്ട് മകൻ ആ ഒരു ജോലി കൊണ്ട് നടക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നത്. ഇപ്പോഴാണ് നമുക്ക് ആ ഒരു സിസ്റ്റം കുറച്ചെങ്കിലും മാറാൻ തുടങ്ങിയത്. കുറേ കാലം മുൻപ് ബഷീറിൻ്റെ ഒരു കാലഘട്ടം, യുവത്വത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് അങ്ങനെയാണ്. പിതാവ് എന്താണോ ചെയ്യുന്നത് അത് മകൻ ഏറ്റെടുത്ത് മകൻ നോക്കി നടത്തുക. മകളാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞാൽ അവരെ കല്യാണം കഴിച്ചയക്കും. അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ലൈഫിൽ ജീവിച്ചിട്ടുള്ള ആളുകളാണ് ബഷീറൊക്കെ പറയുന്നത്. അപ്പോൾ ബഷീർ തൻ്റെ പിതാവിൻ്റെ ജോലി ഏറ്റെടുക്കാൻ തയ്യാറാകാതെ തനിക്ക് സ്വന്തമായിട്ടൊരു ലോകം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പിതാവുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ് ഇറങ്ങിപ്പോവുകയാണ് ബഷീർ ചെയ്യുന്നത്. പിതാവിന് ഇഷ്ടപ്പെടുന്നില്ല. ബഷീർ ഇങ്ങനെ എഴുതുന്നതും കലയുടെ പിന്നാലെ നടക്കുന്നതൊന്നും പിതാവിന് ഇഷ്ടപ്പെടുന്നില്ല. പിതാവ് വീട്ടിൽ നിന്ന് ബഷീറിനെ ഇറക്കി വിടുകയാണ്. പിന്നീട് ബഷീർ ഒരുപാട് യാത്രകൾ ചെയ്തു. ഈ യാത്രകളിൽ നിന്നാണ് പുതിയ പുതിയ അനുഭവങ്ങൾ ബഷീറിന് ഉണ്ടാവുകയും നമുക്ക് സാഹിത്യ ലോകത്തിന് ഒരുപാട് നല്ല കൃതികൾ ലഭിച്ചതും ഈ ഒരു യാത്രയിലൂടെയാണ്. അങ്ങനെയുള്ള ഈ ഒരു പര്യടനത്തിൻ്റെ, ഈ ഒരു യാത്രകളുടെ, ബഷീറിന് ഇത്തരം യാത്രകളുടെ ഒരു മുഖ്യമായ സ്വഭാവം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ രണ്ട് മുഖങ്ങളെ നമുക്ക്, അതായത് ഒരു നല്ലതും ചീത്തതുമായ രണ്ട് മുഖങ്ങളെയും നമുക്ക് ഒരുപോലെ തിരിച്ചറിയാൻ സാധിച്ചു തരുന്നു എന്നുള്ളതാണ് ബഷീറിൻ്റെ ഏറ്റവും വലിയ മുഖ്യമായ സ്വഭാവം എന്നാണ് MN വിജയൻ പറയുന്നത്. ബഷീറിൻ്റെ കൃതികളുടെ അർത്ഥം എഴുത്തുകാരൻ്റെ മൂലധനം ജീവിതാനുഭവങ്ങളാണെന്നും അതില്ലാത്തവന് എഴുതുക സാധ്യമല്ല എന്നുള്ളതുമാണ്. ഇതൊക്കെ നമുക്ക് ഒരു മാർക്കിൻ്റെ ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. എന്താണ് ബഷീറിൻ്റെ കൃതികളുടെ അർത്ഥം, അല്ലെങ്കിൽ എഴുത്തുകാരൻ്റെ മൂലധനം എന്താണെന്നാണ് ബഷീർ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ബഷീറിൻ്റെ അനുഭവം എന്താണെന്നുള്ള ഒരു ചോദ്യമൊക്കെ നമുക്കവിടെ പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. നമുക്കറിയാലോ, നമ്മുടെ ഈ ഒരു പ്രായോഗിക മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വൺ വേർഡ് ക്വസ്റ്റ്യൻസ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്സാമിന് ഉണ്ടായിരിക്കും. ആ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇത്തരം വൺ വേർഡ് ക്വസ്റ്റ്യൻസിലൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്, ബഷീറിൻ്റെ കൃതികളുടെ അർത്ഥം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്, ഒരു എഴുത്തുകാരൻ്റെ മൂലധനം എന്ന് പറയുന്നത് അയാളുടെ ജീവിതാനുഭവങ്ങളാണ്. ജീവിതാനുഭവങ്ങളില്ലാത്ത ഒരാൾക്ക് എഴുതാൻ സാധ്യമല്ല എന്നാണ് പറയുന്നത് കേട്ടോ. നമുക്കറിയാമല്ലേ, നമ്മൾ ഓരോ കൃതികൾ വായിക്കുന്ന സമയത്തും നമുക്കറിയാം ഓരോ എഴുത്തുകാരും അവരുടെ
ജീവിതത്തിൽ നിന്നുള്ള അനുഭവങ്ങൾ എടുത്തിട്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ചുറ്റുമുള്ള മനുഷ്യരെക്കുറിച്ചോ അവരുടെ തന്നെ മനുഷ്യരെക്കുറിച്ചോ ഭാവനാത്മകമായിട്ട് കുറച്ച് കൂട്ടിച്ചേർക്കലുകളൊക്കെ കൊടുത്തിട്ടാണ് എല്ലാ എഴുത്തുകാരും എഴുതുന്നത്. അപ്പോൾ ഒരു എഴുത്തുകാരൻ്റെ മൂലധനം എന്ന് പറയുന്നത് അവൻ്റെ ജീവിതാനുഭവങ്ങളാണ്. അനുഭവങ്ങളില്ലാത്തവന് എഴുതുക സാധ്യമല്ല എന്നാണ് പറയുന്നത്. സാധാരണ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷയിൽ എഴുതാനാണ് തൻ്റെ സാഹിത്യമെന്നും ഈ ഭാഷയിൽ താൻ ജീവിതമാണ് എഴുതുന്നതും ഇത് സാഹിത്യമായി ആരും അംഗീകരിക്കേണ്ടതില്ല എന്നും ചന്തുമേനോനെ പോലെ ബഷീറും കരുതിയിരുന്നു. അതായത് ആ ഒരു കാലഘട്ടത്തിൽ ബഷീർ എഴുതിയിരുന്നൊരു കാലഘട്ടത്തിലും ബഷീറിൻ്റെ എഴുത്തുകൾക്ക് നല്ല ജനപ്രീതി ലഭിച്ച സമയത്ത് നമ്മുടെ നാട്ടിന് നമ്മുടെ സാഹിത്യ ലോകത്തിലുള്ള പല എഴുത്തുകാരും അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരികയുണ്ടായി. ഇത് ഇങ്ങനെ എഴുതാൻ പാടില്ല, അല്ലെങ്കിൽ ഇതൊരു സാഹിത്യത്തിൻ്റെ രീതിയല്ല, ശൈലിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രശസ്തമായിട്ടുള്ള എഴുത്തുകാർ പലരും ബഷീറിനെതിരെ ആഞ്ഞടിക്കുകയുണ്ടായി. വളരെ വിമർശിക്കുന്ന നമ്മുടെ ഒരുപാട് വിമർശകരുണ്ടല്ലോ, ആ വിമർശകരെല്ലാം ബഷീറിനെ വിമർശിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ബഷീർ പറയാണ്, എൻ്റെ എഴുത്തുകൾ വായിക്കണം എന്നുള്ള ആളുകൾ മാത്രം വായിച്ചാൽ മതി. ഞാൻ സംസാരിക്കുന്ന സാധാരണ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷയിൽ എഴുതുന്നതാണ് എൻ്റെ സാഹിത്യം എന്ന് പറയുന്നത്. അതെൻ്റെ ഭാഷയാണ്, അതെൻ്റെ ജീവിതമാണ് ഞാൻ എഴുതുന്നത്. അതൊരു സാഹിത്യ രൂപമായിട്ട് നിങ്ങൾ ആരും അംഗീകരിക്കണമെന്നില്ല. നിങ്ങൾ വായിക്കേണ്ടവർ വായിച്ചാൽ മതി, പക്ഷെ ഞാൻ ഇത് എഴുതും, ഈ രീതിയിൽ എഴുതും എന്നുള്ളത് ബഷീർ വിളിച്ചു പറയുന്നുണ്ട്. അതേ ഒരു രീതിയിൽ പറഞ്ഞിട്ടുള്ള ഒരാളാണ് ചന്തുമേനോനും. അപ്പോൾ ഈ ചന്തുമേനോനും ബഷീറും ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ള ആളുകളാണെന്നാണ് പറയുന്നത്. ഒരു കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം ബഷീറിനെ ഇതുപോലെ വിമർശിച്ചിട്ടുള്ള, കുറ്റപ്പെടുത്തിയിട്ടുള്ള ആളുകൾ ഒരു കാലഘട്ടത്തിന് ശേഷം, അതായത് ബഷീറിന് അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളെല്ലാം ആളുകൾ സ്വീകരിച്ചു തുടങ്ങിയ സമയത്ത് ഇവരുടെ പുസ്തകങ്ങൾ, ബഷീറിൻ്റെ പുസ്തകങ്ങളുടെ കച്ചവടക്കാരായി മാറിയ പല എഴുത്തുകാരും ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ എം എൻ വിജയൻ ഈ ഒരു പ്രസംഗത്തിലൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട് കേട്ടോ. ജീവിതത്തിൻ്റെ സമതലങ്ങളിൽ നിന്ന്, കുടുംബത്തിൻ്റെ വളരെ ഭദ്രമായ ബന്ധങ്ങളിൽ നിന്ന് അനുസരിക്കുന്നവന് സകലതും നൽകുകയും ചെയ്യുന്ന പിതൃപുത്ര ബന്ധത്തിൻ്റെ ഭദ്രതയിൽ നിന്നും ബഷീർ തെറിച്ചു പോകുന്നു എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ പറയുന്നൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബഷീറിൻ്റെ പിതാവ് അത്യാവശ്യം നല്ലൊരു പ്രമാണിയാണ്. അദ്ദേഹത്തിൻ്റെ തടിക്കച്ചവടം നോക്കി നടത്താൻ ബഷീർ ആഗ്രഹിച്ചിരുന്നില്ല. ബഷീർ എന്ത് ചെയ്യുന്നു, അത്തരം കാര്യങ്ങളിൽ നിന്ന് എതിർപ്പ് കാണിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മുടെ നിലവിൽ നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഒരു സേഫ് സോണിലാണല്ലേ. നമ്മുടെ കുടുംബം, നമ്മളുടെ മക്കൾ, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ, ഭർത്താവ്, മാതാവ്, പിതാവ് എന്നുള്ള ആ ഒരു സേഫ് സോണിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സേഫ് സോണിൻ്റെ പുറത്തേക്ക് കടന്നാൽ മാത്രമാണ് നമുക്ക് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ മാറ്റം കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ് നമ്മുടെ ബഷീർ എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടുകാരെ, അല്ലെങ്കിൽ മാതാപിതാക്കൾ, അല്ലെങ്കിൽ ഭാര്യ ഭർത്ത ബന്ധങ്ങളിലേക്ക് നമ്മൾ എതിർത്ത് പറയുന്ന സമയത്ത് നമ്മൾ ആ ഒരു ബന്ധത്തിന് ഒരു വിള്ളൽ അവിടെ സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഒരു ബന്ധത്തിൽ അവിടെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ഈ കുടുംബ ബന്ധത്തിൻ്റെ ഭദ്രതകളിൽ നിന്നും, അല്ലെങ്കിൽ ബന്ധങ്ങളിൽ നിന്നും ഈ അനുസരിപ്പിക്കുക എന്നുള്ള ആ ഒരു ശീലത്തിനപ്പുറത്ത് നിന്ന് ജീവിച്ച ഒരാളാണ് ആ ബഷീർ എന്ന് പറയുന്നത്. ബഷീർ പിതാവിനെ അംഗീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ബഷീർ പിതാവ് പറയുന്ന ഒരു ജോലി ഏറ്റെടുത്തുകൊണ്ട്, പിതാവിൻ്റെ ജോലി ഏറ്റെടുത്തുകൊണ്ട്, പിതാവിനെ അനുസരിച്ചുകൊണ്ട് അങ്ങനെ ജീവിച്ചിരുന്നുവെങ്കിൽ ബഷീറിനും ഒരുപാട് ചിലപ്പോൾ നല്ല ഫിനാൻഷ്യലി ഒരുപാട് നല്ല സ്റ്റേബിൾ ആകാനും, അല്ലെങ്കിൽ ഫിനാൻഷ്യലി നല്ല നിലയിലെത്താനും എല്ലാം സാധിക്കുമായിരുന്നു. പക്ഷേ ബഷീർ അപ്പോഴും തൻ്റെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നടന്നിട്ടുള്ള ഒരാളാണ്. പിതാവിനെ തിരസ്കരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പിതാവിനെ എതിർത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഉന്മാദ തലങ്ങളിൽ ജീവിതം അന്വേഷിച്ചു പോവുകയും അവിടെ നിന്ന് ജീവിതത്തിൻ്റെ റിപ്പോർട്ടുകൾ അയക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹിത്യകാരൻ എന്ന നിലയിലാണ് ബഷീർ ഓർമ്മിക്കപ്പെടുന്നത്. എന്താണ് ഇവിടെ പറയുന്നത്? നമ്മൾ പറഞ്ഞു അല്ലേ, ബഷീർ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന, പര്യടനം നടത്തിയിട്ടുള്ള ഒരാളാണ്. വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ ബഷീർ പിന്നീട് നാട് വിടുകയാണ്. പല പല സ്ഥലങ്ങളിലൂടെ, പലയിടങ്ങളിലൂടെ, പല അനുഭവങ്ങളിലൂടെ എല്ലാം കറങ്ങി തിരിഞ്ഞു വന്നിട്ടുള്ള ഒരാളാണ് ബഷീർ. അപ്പോൾ ആ ഒരു ബഷീറിൻ്റെ ഈ അന്വേഷിച്ചു പോകുന്നൊരു കാര്യങ്ങളുണ്ടല്ലോ, അതായത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം തേടി പോയിട്ടുള്ളതാണ് ബഷീർ. അപ്പോൾ ഇത്തരം ആ ഒരു ഓരോ അനുഭവങ്ങളും പല സ്ഥലത്തേക്ക് പോയപ്പോൾ പല പല മോശമായിട്ടുള്ളതും നല്ല അനുഭവങ്ങളൊക്കെ ബഷീർ തന്നെ പറയുന്നുണ്ട്. പട്ടിണി കടന്നിട്ടുണ്ട്, സെക്സ് വർക്ക് ചെയ്യുന്ന ആളുകളുടെ അടുത്തേക്ക് അവരുമായിട്ട് ബന്ധപ്പെട്ട് അവരോടൊക്കെ സഹവസിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ബഷീർ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല പല കൈപ്പേറിയ ഒരുപാട് അനുഭവങ്ങളും നല്ല സന്തോഷങ്ങളും എല്ലാം തന്നെയുള്ള ഒന്നാണ് ബഷീറിൻ്റെ ഈ ഒരു ഓരോ യാത്രകളും എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ള അവരുടെ ആ ഒരു യാത്രയുടെ വിവരണങ്ങൾ, അല്ലെങ്കിൽ യാത്രയിൽ എന്തെല്ലാം അനുഭവിച്ചിട്ടുള്ളത് ഉണ്ട് എന്നുള്ളത് ബഷീർ തൻ്റെ കൃതികളിലൂടെ ആളുകളിലേക്ക് പറഞ്ഞു തരികയാണ്. അതാണ് ഇവിടെ എം എൻ വിജയൻ പറയുന്നത്, അനുഭവങ്ങളുടെ റിപ്പോർട്ടുകൾ നമുക്ക് നൽകുകയാണ് എന്ന് പറയുന്നത്.
സ്നേഹം എത്ര മഹത്താണ് എന്ന് മാത്രമല്ല, സ്നേഹം എത്ര നിരർത്ഥകമായ വസ്തുവായി തീരുന്നു എന്നും സ്നേഹം എങ്ങനെ യാഥാർത്ഥ്യത്താൽ ഞെരുക്കപ്പെടുന്നു എന്നും പറയാനാണ് ബഷീർ ബാല്യകാലസഖി എഴുതിയതെന്നാണ് പറയുന്നത്. ബാല്യകാലസഖി നമുക്കറിയാലേ, വളരെ മനോഹരമായുള്ള ഒരു പ്രണയകാവ്യമാണ്. വേദനയുടെയും പ്രണയത്തിൻ്റെയും നിരാശയുടെയും അങ്ങനെ എല്ലാം തന്നെ വിരഹത്തിൻ്റെയും ഒക്കെ ഒരു കൃതിയാണ് ബാല്യകാലസഖി എന്ന് പറയുന്നത് അല്ലേ. ആ ഒരു ബാല്യകാലസഖി വായിച്ചിട്ടുള്ള ഒരാൾക്ക് മനസ്സിലാകും, അല്ലെങ്കിൽ ബാല്യകാലസഖിയിലൂടെ ബഷീർ പറയുന്നത് സ്നേഹത്തിൽ എത്ര മഹത്തരമാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ സ്നേഹം നിരർത്ഥകമായിട്ടുള്ള ഒരു വസ്തുവാണ് എന്നും എങ്ങനെയാണ് സ്നേഹം എങ്ങനെ യാഥാർത്ഥ്യത്തിൽ ഞെരുക്കപ്പെടുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ബാല്യകാലസഖി വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് കേട്ടോ. വളരെ ചെറിയ അർത്ഥത്തിലെങ്കിലും ബഷീർ നമ്മുടെ ദാമ്പത്യ ബന്ധത്തെ, സീതാസങ്കല്പത്തെ, നളിനി സങ്കല്പത്തെ ടോർപിഡോ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇത് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബഷീർ തൻ്റെ കൃതിയിൽ പറയുന്നുണ്ട് എങ്ങനെ ഒരാളെയാണ് വിവാഹം കഴിക്കാൻ തനിക്ക് താല്പര്യം എന്നുള്ളത്. വീട്ടുജോലി മാത്രം ചെയ്ത് അങ്ങനെ ഒരു സ്ത്രീയെ തനിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമില്ല എന്നും, സ്വന്തമായ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെയുള്ള ഒരു പെണ്ണിനെയാണ് കല്യാണം കഴിക്കാൻ തനിക്ക് ആഗ്രഹം എന്നുള്ളതൊക്കെ ബഷീർ പറയുന്നുണ്ട്. അത് നമ്മുടെ നിലവിലുള്ള ഈ ഒരു ദാമ്പത്യ ബന്ധത്തിൻ്റെ ആ ഒരു വ്യവസ്ഥിതിയെല്ലാം ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് പറയുന്നത്. അതായത് അന്നത്തെ ഒരു കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് സ്ത്രീ എന്ന് പറയുന്നത് ഭരിക്കപ്പെടുന്നതും അനുസരിക്കപ്പെടുന്നതൊക്കെയാണ്. ഭർത്താവ് പറയുന്നു, അയാളുടെ ഇഷ്ടത്തിന് മാത്രം ജീവിക്കുന്ന ഒരാൾ ഒരു പീരീഡ് കഴിഞ്ഞാൽ വീട്ടുകാർ നമ്മൾ വിവാഹം കഴിച്ച് അയപ്പിക്കുന്നു. പിന്നീട് നമുക്ക് എന്ത് ചെയ്യുന്നു, ആ സ്ത്രീക്ക് എന്ത് ചെയ്യുന്നു, അവൾക്ക് പ്രത്യേകിച്ച് സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നുമില്ല. ഭർത്താവ് എന്താണോ പറയുന്നത് അത് കേൾക്കുക, കുഞ്ഞുങ്ങളെ പ്രസവിക്കുക, ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കുക, അങ്ങനെ ഒരു ടിപ്പിക്കൽ ലൈഫ് മാത്രം കൊണ്ടുപോയിരുന്ന സ്ത്രീകളായിരുന്നു നമ്മുടെ സമൂഹത്തിൽ അന്ന് ഉണ്ടായിരുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ ആ ഒരു നിലവിലുള്ള സ്ത്രീകളോടുള്ള പെരുമാറ്റം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രീതിയോട് ബഷീറിനൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ നിലവിലുള്ള ഭാര്യ എന്ന് പറയുന്നത് സീതയാണ്, നളിനിയാണ്, അങ്ങനെയുള്ള ഒരു സങ്കല്പങ്ങൾ നമുക്ക് അന്നത്തെ കാലത്തുണ്ടായിരുന്നല്ലോ. സ്ത്രീ അമ്മയാണ്, വിളക്കാണ്, അങ്ങനെയുള്ള നമ്മൾ പറയൂലേ. അത് മാത്രമല്ല സ്ത്രീ എന്നുള്ള ഒരു ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ ബഷീർ. അപ്പോൾ അത്തരത്തിലുള്ള നമ്മുടെ സ്ത്രീയെക്കുറിച്ചുള്ള ദാമ്പത്യ ബന്ധത്തെക്കുറിച്ചുള്ള ഈ സീതാ സങ്കല്പത്തെയും നളിനി സങ്കല്പത്തേക്കും അദ്ദേഹം എതിർക്കുന്ന, ടോർപിഡോ ചെയ്യുന്ന ഒരാളാണ് എന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ബഷീറിൻ്റെ ശബ്ദങ്ങൾ എഴുതിയത് ജീവിതത്തെക്കുറിച്ചുള്ള അസാമാന്യമായ സത്യങ്ങൾ നമുക്കു നേരെ തൊടുത്തുവിടാനാണെന്നാണ് പറയുന്നത്. ശബ്ദങ്ങൾ നമുക്ക് നേരത്തെ തന്നെ എം.എൻ. വിജയൻ ഒരു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീണ്ടും ശബ്ദങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. ശബ്ദങ്ങൾ എന്ന കൃതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു, പട്ടാളത്തിലെ അന്നത്തെ സ്ത്രീകളെയൊക്കെ വളരെ മോശമായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നു. അവർ തന്നെ ആ ഒരു കൃതിയിൽ ബഷീർ പറയുന്നുണ്ട്, ഉയർന്ന റാങ്കിലുള്ള ആളുകൾ, സൈന്യത്തിൽ ഉയർന്ന റാങ്കിലുള്ള ആളുകൾ പറയും നല്ല ഭംഗിയുള്ള അല്ലെങ്കിൽ ചെറിയ പ്രായത്തിലുള്ള സ്ത്രീകളെ അവരുപയോഗിക്കുന്നു, അല്ലെങ്കിൽ അവർ ബലാത്സംഗം ചെയ്യപ്പെടുന്നു, അവരവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. താഴ്ന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്ക് എന്ത് ചെയ്യുന്നു, കാണാൻ ഭംഗിയില്ലാത്ത കുറച്ച് പ്രായമായിട്ടുള്ള സ്ത്രീകളെ ആയിരിക്കും ലഭിക്കുക എന്നുള്ളത് അവർ തന്നെ പരസ്പരം പൊങ്ങിച്ചും പറയുന്ന ഒരു കാര്യമാണെന്നൊക്കെ നോവലിൽ പറയുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ബഷീർ. ശബ്ദങ്ങളിൽ അത്തരത്തിൽ സൈന്യത്തിലുള്ള അത്രയും മോശമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, അതിൻ്റെ ഒരു നേർക്കാഴ്ചയെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് ബഷീർ ശബ്ദങ്ങളിലൂടെ പറയുന്നുണ്ട്. വെളിച്ചത്തിൻ്റെ കള്ളക്കളി കളിക്കുന്ന ഇരുട്ടിനെ കണ്ടെത്തുകയും പകൽ ഇരുണ്ടുകൂടുന്ന നിഴലുകളെ മനസ്സിലാക്കുകയും ഇതിനെ വിളിച്ചു പറയുകയുമാണ് ബഷീർ തൻ്റെ കൃതികളിലൂടെ ചെയ്യുന്നത്. സമൂഹത്തിലുള്ള ഒരുപാട് തെറ്റുകളെയെല്ലാം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. സൈന്യത്തിൽ നടക്കുന്ന ഇത്തരം പട്ടാളത്തിൻ്റെ പല മേധാവികളും അല്ലെങ്കിൽ പട്ടാള സൈന്യത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് അന്നത്തെ കാലത്ത് തുറന്ന് എഴുതുക എന്നുള്ളത് അസാമാന്യമായ ധൈര്യമുള്ള ഒരാൾക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം അദ്ദേഹം തുറന്ന് കാട്ടുകയാണ് തൻ്റെ കൃതികളിലൂടെ ചെയ്യുന്നത്. വെളിച്ചത്തിൻ്റെ കള്ളക്കളി കളിക്കുന്ന ഇരുട്ടിനെ കണ്ടെത്തുകയും അതുപോലെ തന്നെ എന്താണ്, പകൽ ഇരുട്ടാകുന്ന നിഴലുകളെ മനസ്സിലാക്കുകയും അതിനെ വിളിച്ചു പറയുകയുമാണ് ബഷീർ തൻ്റെ കൃതികളിലൂടെ ചെയ്യുന്നത്. നാം ഇപ്പോൾ ജീവിക്കുന്നത് ജീവിതമല്ല, നാം ഇപ്പോൾ ജീവിക്കുന്ന ജീവിതത്തിൻ്റെ നിഴൽ മാത്രമാണ് എന്നും ഈ ക്രൂരമായ തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതാണ് എന്നും വിളിച്ചു പറയുകയാണ് ബഷീർ തൻ്റെ കൃതികളിലൂടെ ചെയ്യുന്നത്. സാഹിത്യം തന്നെയാണ് ജീവിതമെന്നും സംസാരിക്കുന്നത് തന്നെയാണ് ഭാഷ എന്നും കുട്ടികൾ തന്നെയാണ് മുതിർന്നവരെന്നും പ്രകൃതി തന്നെയാണ് സംസ്കാരമെന്നുമുള്ള ഒരു പുതിയ ഡെസ്റ്റിനേഷനിലേക്ക് ബഷീറിൻ്റെ ജീവിതവും കലയും കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ബഷീറിൻ്റെ കൃതികളൊക്കെ എടുത്തു നോക്കിയാൽ നമുക്കറിയാലേ, വളരെ പ്രകൃതിയുമായിട്ട് ഇണങ്ങി നിൽക്കുന്ന അങ്ങനെ ഒരാളാണ്. കലയും ജീവിതവും എല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരു മനുഷ്യനാണ് ബഷീർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പറയുന്നത്, സാഹിത്യം തന്നെയാണ് ജീവിതം, ജീവിതം തന്നെയാണ് സാഹിത്യം.
നമ്മൾ സംസാരിക്കുന്നത് തന്നെയാണ് ഭാഷ, ആ ഭാഷയിൽ തന്നെയാണ് എഴുതേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒരു പുതിയ ജീവിതവും കലവും ചേർന്ന് പോകുന്ന ഒരു പുതിയൊരു ഡെസ്റ്റിനേഷൻ അദ്ദേഹം എന്ത് ചെയ്യാണ്, തൻ്റെ കൃതികളിലൂടെ കൊടുക്കുകയാണ്. ഭാഷയെ നാം തൊടുമ്പോൾ നാം തൊടുന്നത് സമുദായത്തെയാണ് എന്നും ജീവിതത്തെയാണ് എന്നും ജീവിതത്തിൻ്റെ മൂല്യത്തെയാണെന്നും പുനർനിർവചിക്കാനുള്ള ശ്രമം ബാല്യകാല സഖിയിലൂടെ ബഷീർ കൊടുക്കുന്നുണ്ട് എന്നാണ് എം.എൻ. വിജയൻ പറയുന്നത്. മനുഷ്യൻ ഒരു സമുദായമാണെന്നും മനുഷ്യന് ഒരു സമുദായമായിട്ട് മാത്രമേ നിലകൊള്ളാൻ സാധിക്കുള്ളൂ എന്നും അന്തിമവും ആദ്യവുമായ ഈ ഉണർവാണ് മനുഷ്യന് വേണ്ടത് എന്നും പറയുവാൻ തൻ്റെ ജീവിതത്തിലെ ഓരോ അണുവിനെയും കൊണ്ട് ശ്രമിക്കുക എന്നത് അദ്ദേഹം തൻ്റെ ദൗത്യമായിട്ട് കരുതുന്നുണ്ട്. നമ്മൾ മനുഷ്യരെല്ലാവരും ഒരു സമുദായമാണ്, അല്ലെങ്കിൽ ഒരു സമൂഹമാണ്, നമുക്ക് അങ്ങനെ നിലനിൽപ്പുള്ളൂ എന്നുള്ള ആ മനുഷ്യൻ്റെ ഐക്യത്തെയും സഹകരണത്തെയും എല്ലാം തന്നെ വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ്, അല്ലെങ്കിൽ തൻ്റെ കൃതികളിലൂടെ എല്ലാം ബഷീർ അത് തുറന്നു കാട്ടുകയാണ്. ബഷീറിനെ അറിയുക എന്നതിൻ്റെ അർത്ഥം നമ്മുടെ ചരിത്രത്തെ അറിയുക എന്നും നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്ന ചരിത്രപരമായ അഭിരുചിപരമായ വിപ്ലവത്തെ തിരിച്ചറിയുക എന്നും കൂടിയാണെന്നാണ് പറയുന്നത്. അതായത് ബഷീർ എന്ന എഴുത്തുകാരനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ബഷീറിൻ്റെ എഴുത്തുകൾ വായിക്കുക, അയാളുടെ ജീവിതം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ ചരിത്രം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ്. കാരണം എന്താണ്, ബഷീർ ഒരുപാട് പലയിടങ്ങളിലൂടെ യാത്ര ചെയ്തൊരു മനുഷ്യനാണ്, ഒരുപാട് അനുഭവങ്ങൾ ഉള്ള ഒരാളാണ്. അപ്പോൾ ഈ അനുഭവങ്ങളിലൂടെയും ഈ യാത്രാനുഭവങ്ങളിലൂടെയും അങ്ങനെ താണ്ടി വന്ന ജീവിതത്തെ, ബഷീർ താണ്ടി വന്ന ജീവിതത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ അന്നത്തെ സമൂഹത്തിൻ്റെ സംസ്കാരത്തെയും ആ ഒരു ചരിത്രത്തെയൊക്കെയാണ് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുക. മതിലുകളിൽ സ്നേഹമെന്നത് തമ്മിൽ കാണാത്ത, ശരീരസ്പർശമില്ലാത്ത, മാംസനിബിധമല്ലാത്ത അനുരാഗത്തിൻ്റെ സ്വരൂപമാണ് എന്നാണ് പറയുന്നത്. മതിലുകൾ എന്ന കഥ നമുക്ക് എല്ലാവർക്കും, ജയിലിൻ്റെ ഒരു ചുമരിനപ്പുറത്ത്, ഒരു മതിലിനപ്പുറത്തും ഇപ്പുറത്തും നിന്നുകൊണ്ട് പ്രണയിക്കുന്ന റോസാപ്പൂ ചെടികളുടെ മണവും എല്ലാം പറഞ്ഞുകൊണ്ട് പ്രണയിക്കുന്ന ഒരു നോവലാണ് അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു നോവലാണ്. അതിലെന്താണ്, നമ്മുടെ നിലവിലുള്ള ഇപ്പോഴത്തെ പോലെയുള്ള ഒരു പ്രണയവുമൊന്നുമില്ല, പരസ്പരം കാണാതെ ശരീരം പങ്കിടാതെ എന്ത് ചെയ്യാൻ പറ്റുന്നു, മാംസനിബിദ്ധമല്ലാത്ത ഒരു അനുരാഗത്തിൻ്റെ സ്വരൂപം, അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുരാഗം അത്തരത്തിലും നമുക്ക് പ്രണയിക്കാൻ സാധിക്കുമെന്നുള്ളതിനെ വളരെ ഭംഗിയോടെ മനോഹരമായിട്ട് എഴുതി തന്നിട്ടുള്ള ഒരു കൃതിയാണ് മതിലുകൾ എന്ന് പറയുന്നത്. ധർമ്മത്തെ സംശയിക്കുന്ന ആളുകൾ ഒരു കാലഘട്ടത്തിലെ വിഷം തീനികളായി രൂപാന്തരപ്പെടുന്നു എന്നതാണ് ബഷീർ കൃതികളിലെ പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. ഇതെല്ലാം നമുക്കൊരു മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് വരാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. ബഷീറിൻ്റെ കൃതികളിലെ പ്രധാനപ്പെട്ട വസ്തുത എന്ത് എന്നൊരു ചോദ്യമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ധർമ്മത്തെ സംശയിക്കുന്ന ആളുകൾ ഒരു കാലഘട്ടത്തിലെ വിഷം തീനികളായി രൂപാന്തരപ്പെടുന്നു എന്നതാണ് അതിനുത്തരം വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്തരം പോയിന്റുകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. വിശപ്പ് ഒരു ആത്യന്തിക വികാരമാണ് എന്ന് കണ്ടെത്തുന്നത് പോലെ ഉന്മാദമാണെന്നത് മനുഷ്യൻ നിർമ്മിച്ച സമുദായത്തിൻ്റെ അതിര് ഉല്ലംഘിക്കുന്ന അവസ്ഥയാണെന്ന് അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഇവിടെ പറയുന്ന ഒരു വിശപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. ബഷീർ തൻ്റെ കൃതികൾ പലയിടത്തായി വിശപ്പ് എന്നുള്ളൊരു കാര്യത്തെ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം എന്താണ്, അദ്ദേഹം, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹം ഒരുപാട് യാത്രകൾ ചെയ്ത ഒരാളാണ്, വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട് ഒരുപാട് യാത്രകൾ ചെയ്ത ഒരാളാണ്. അപ്പോൾ ഈ യാത്രയിൽ പലപ്പോഴും ഭക്ഷണം കഴിക്കാൻ പണമില്ലാതെ പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അത്രയും ബുദ്ധിമുട്ടുള്ള, ആ ഭക്ഷണത്തിൻ്റെ വിലയും വലിപ്പവും എല്ലാം മനസ്സിലാക്കിയിട്ടുള്ള, അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, വിശപ്പ് എന്ന് പറയുന്നത് ഒരു ആത്യന്തിക വികാരമാണെന്നത് അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ എന്താണ്, അത് വിശപ്പെന്ന് പറയുന്നത് ഒരു ഉന്മാദമാണ് എന്നുള്ളതെല്ലാം തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു മനുഷ്യനാണ് ബഷീർ എന്ന് പറയുന്നത്. നമ്മുടെ ഭാഷയെയും സംസ്കാരത്തെയും ബോധമണ്ഡലത്തിലെയും ശരി തെറ്റ്, സുഗന്ധം ദുർഗന്ധം, ശീലം അശ്ലീലം എന്നുള്ള സർവമാന സങ്കല്പങ്ങളെയും തിരുത്തി എഴുതുന്ന, ഒരു പക്ഷേ സ്ഫോടനം ചെയ്യുന്ന അസാമാന്യമായ നീണ്ട കരുത്താണ് ബഷീറിൻ്റെ ജീവിതമെന്ന് തിരിച്ചറിയുകയാണ് തീർച്ചയായും ബഷീറിനോട് ചെയ്യേണ്ട വിപ്ലവാത്മകമായ കടമ എന്ന് പറയുന്നത്. ഇവിടെയും നമുക്ക് 2 മാർക്കിൻ്റെ ചോദ്യം പ്രതീക്ഷിക്കാം കേട്ടോ. ബഷീറിനോട് ചെയ്യേണ്ട വിപ്ലവകരമായ കടമ എന്താണ് എന്നൊരു ചോദ്യം നമുക്കിതിൽ പ്രതീക്ഷിക്കാം കേട്ടോ. എന്താണ് അതിനുത്തരം വരുന്നത്? നമ്മുടെ ഭാഷയെയും സംസ്കാരത്തെയും ബോധമണ്ഡലത്തെയും ശരി തെറ്റ്, സുഗന്ധം ദുർഗന്ധം, ശ്ലീലം അശ്ലീലം എന്നുള്ള സർവനാമ സങ്കല്പങ്ങളെയും തിരുത്തി എഴുതുന്ന, ഒരുപക്ഷെ സ്ഫോടനം ചെയ്യുന്ന അസാമാന്യമായ ഒരു നീണ്ട കരുത്താണ് ബഷീറിൻ്റെ ജീവിതമെന്ന തിരിച്ചറിവാണ് തീർച്ചയായും വേണ്ടത് അല്ലേ. അതാണ് അതിനുത്തരമായിട്ട് വരുന്നത്. അതായത് ഇവിടെ എന്താണ് പറയുന്നത്, നിലവിലുള്ള എല്ലാ വ്യവസ്ഥിതിയെയും എന്ത് നമുക്ക് മനസ്സിലാക്കി തരാം, തെറ്റും ശരിയും എല്ലാം, ശീലത്തെയും അശ്ലീലത്തെയും സുഗന്ധത്തെയും ദുർഗന്ധത്തെയും ശരിയെയും തെറ്റിനെയും അങ്ങനെ എല്ലാ സങ്കല്പങ്ങളെയും തിരുത്തി എഴുതുന്ന ഒരു എഴുത്തുകാരനാണ് ബഷീർ എന്ന് പറയുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കാനുള്ള ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു പാഠഭാഗത്തിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം.
ഒന്നാമത്തെ ചോദ്യം, ലേഖകൻ ബഷീറിനെ ആദ്യമായി കണ്ടത് എപ്പോഴാണ്? എപ്പോഴാണ് അതിന് ഉത്തരം വരുന്നത്? 1945 ഒരു പുസ്തക വിൽപ്പനക്കാരനായപ്പോഴാണ് ലേഖകൻ ബഷീറിനെ ആദ്യമായി കണ്ടത്. അതിനാണ് നമ്മളവിടെ ഒരു അമേരിക്കൻ കവിയുമായിട്ടൊക്കെ ഉപമിച്ച് നമ്മുടെ MN വിജയൻ പറഞ്ഞില്ലേ, അതവിടെയാണ് കേട്ടോ. ഹെർലിങ്ങിനെ കണ്ടതുപോലെ തന്നെയാണ് ബഷീറും പുസ്തക കച്ചവടം ചെയ്തിരുന്നത് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ലോകത്തിലെ മഹത്തായ ആത്മഹത്യകളിൽ ഒന്ന് ഇടപ്പള്ളിയുടേതാണെന്ന് പറഞ്ഞതാരാണ്? കേസരി ബാലകൃഷ്ണൻ പിള്ളയാണ് ലോകത്തിലെ മഹത്തായ ആത്മഹത്യകളിൽ ഒന്ന് ഇടപ്പള്ളിയുടേതാണെന്ന് പറഞ്ഞത്. ഇടപ്പള്ളി എങ്ങനെയാണ് മരണപ്പെട്ടത്? അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തല്ലേ, ഒരു പ്രണയ നൈരാശ്യത്തിൻ്റെ പേരിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള കൃതി വളരെ നല്ല രീതിയിൽ ഫേമസ് ആയി എല്ലാവരുടെയും ഇടയിലേക്ക് എത്തുകയും ചെയ്തു. പക്ഷേ ചെറിയ പ്രായത്തിൽ തന്നെ പ്രണയ നൈരാശ്യത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യപ്പെട്ട ഒരാളാണ് ഇടപ്പള്ളി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇടപ്പള്ളിയുടെ ആത്മഹത്യ ലോകത്തിലെ ഏറ്റവും മഹത്തായ ആത്മഹത്യകളിൽ ഒന്നാണെന്ന് ബാലകൃഷ്ണപിള്ള, കേസരി ബാലകൃഷ്ണൻ പിള്ള അഭിപ്രായപ്പെട്ടത്. ബാല്യകാലസഖി എഴുതിയതാരാണെന്നാണ് അടുത്ത ചോദ്യം. അതിലൊരു സംശയവുമില്ലല്ലേ, ബഷീറാണ് ബാല്യകാലസഖി എഴുതിയത്. നാലാമത്തെ ചോദ്യം നോക്കാം. ബഷീറിന്റെ കൃതികളിൽ വ്യാകരണ തെറ്റ് കണ്ടെത്തിയ പണ്ഡിതന്മാർക്ക് പിന്നീട് വന്ന പരിണാമം എന്താണ് എന്നാണ് നാലാമത്തെ ചോദ്യം വരുന്നത് കേട്ടോ. അവര് പിന്നീട് ബഷീറിന്റെ പുസ്തകങ്ങൾ വിൽക്കുന്ന കച്ചവടക്കാരായി മാറിയെന്നാണ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ബഷീറിനെ എതിർത്തിട്ടുണ്ടായിരുന്ന, ബഷീർ ഈ ഒരു ശൈലിയിൽ, പ്രാദേശിക ശൈലിയിൽ പുസ്തകങ്ങളെല്ലാം എഴുതി തുടങ്ങിയ സമയത്ത് ബഷീറിനെ എതിർത്തിരുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ. അപ്പം അവരെന്ത് ചെയ്തു? അവർ വീണ്ടും എന്ത് ചെയ്യാണ്? പിന്നീട് ബഷീറിനെ അംഗീകരിക്കുകയാണ്. ബഷീറിൻ്റെ പുസ്തകങ്ങൾ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരായി അവർ മാറുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. മാതാവി അല്പം ശുദ്ധജലം വേണമെന്ന് പറയുന്ന ബഷീറിന്റെ കഥാപാത്രം ഏതാണെന്നാണ്. ബഷീറിന്റെ ഒരു കഥയിൽ പറയുന്നുണ്ട് മാതാവി അല്പം ശുദ്ധജലം വേണമെന്ന് പറയുന്നുണ്ട്. അതായത് ബഷീറിന്റെ ഈ ഒരു ഭാഷയുടെ ആ ഒരു പ്രാധാന്യത്തെ, പ്രാദേശിക ശൈലിയിൽ എഴുതുന്ന കാര്യങ്ങളൊക്കെ പറയുന്നില്ലേ, ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് അവിടെ പറയുന്ന ഒരു ഭാഗത്താണ് ഇങ്ങനെ ഒരു MN വിജയൻ ഈ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് അബ്ദുൾ റസാഖ് എന്ന് പറയുന്ന ബഷീറിന്റെ കഥാപാത്രം അവൻ്റെ ഉമ്മയോട് പറയുന്നുണ്ട്, മാതാവേ അല്പം ശുദ്ധജലം വേണമെന്ന് പറയുന്നുണ്ട്. അപ്പം മാതാവ് അവനെ കളിയാക്കിയിട്ട് കറിയെടുക്കുന്ന തവി കൊണ്ട് അവനെ അടിക്കുന്നത് പോലെ പറയുന്നുണ്ട്. അതെന്താണ്? ഉമ്മയൊരു നാട്ടിൻ പുറത്തുള്ളൊരു ഒരാളാണ് ഉമ്മയെന്ന് പറയുന്നത്. അബ്ദുൽ ഖാദറിൻ്റെ ഉമ്മ നാട്ടിൻ പുറത്തുള്ള ഒരാളാണ്. സാധാരണ പ്രാദേശിക മലബാർ പ്രദേശത്ത് താമസിക്കുന്ന, പ്രാദേശിക ഭാഷ സംസാരിക്കുന്ന ഒരാളാണ്. അവിടെ എങ്ങനെയാണ് ഉമ്മാനോട് പറയേണ്ടത്? ഉമ്മ അങ്ങൾ കുറച്ച് വെള്ളം തരി, അല്ലെങ്കിൽ ഉമ്മ അങ്ങൾ കുടിക്കാൻ കുറച്ച് വെള്ളം തരി എന്നൊക്കെയാണ് പറയേണ്ടത് അവിടെ. അതിന് പകരം മാതാവേ എനിക്ക് കുറച്ച് ശുദ്ധജലം തരൂ എന്ന് പറയുമ്പോൾ അത് ഉമ്മയെ കളിയാക്കുന്നത് പോലെ, അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് അവിടെ അങ്ങനെ പറഞ്ഞത്. അബ്ദുൾ റസാഖ് ഉമ്മാനെ കളിയാക്കുന്ന രീതിയിലാണ് അവിടെ പറയുന്നത്. അപ്പോൾ അത് ഉമ്മാക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഒരു രംഗം അദ്ദേഹത്തിൻ്റെ നോവലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. അതായത് നമ്മൾ അമ്മയോട് സംസാരിക്കുന്നതാണ് ശരിയായ മലയാളം എന്ന് പല കവികളും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെയാണ് നമ്മുടെ ബഷീർ പറയുന്നത്. കാരണം എന്താണ്? ഓരോരുത്തർക്കും അവരുടേതായ പ്രാദേശിക ശൈലിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരാളുടെ ഭാഷയാണ് ശരിയെന്നോ അല്ലെങ്കിൽ ഒരാളുടെ ഭാഷ തെറ്റാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അവരുടേതായ രീതിയിൽ എഴുതുക എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പം ഈ ഒരു കാര്യം അബ്ദുൾ റസാഖാണ് ഇവിടെ പറയുന്നത് കേട്ടോ. മാതാവി അല്പം ശുദ്ധജലം തരൂ എന്ന് പറയുന്നത് അബ്ദുൾ റസാഖാണ്. ബഷീറിൻ്റെ ഒരു കഥാപാത്രമായിട്ടുള്ള അബ്ദുൾ റസാഖാണ്. അടുത്ത ചോദ്യം നോക്കാം. ജീവിതത്തെക്കുറിച്ചുള്ള അസാമാന്യമായ സത്യങ്ങൾ നമുക്ക് നേരെ തൊടുത്തു വീറുന്ന ബഷീറിൻ്റെ കൃതി ഏതാണ്? ശബ്ദങ്ങൾ എന്നാണ് നമ്മൾ പറഞ്ഞു അല്ലേ. ശബ്ദങ്ങൾ എന്ന കൃതിയിൽ ഒരുപാട് അസമത്വങ്ങളും അനീതികളും എല്ലാം തുറന്നു കാട്ടുന്ന ഒരു കൃതിയാണ് ശബ്ദങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ബഷീറിനെ സംബന്ധിച്ച് എഴുത്തിൻ്റെ മൂലധനം എന്താണ്? നമ്മൾ പറഞ്ഞു അല്ലേ, ബഷീർ പറഞ്ഞു എഴുത്തിൻ്റെ മൂലധനം എന്ന് പറയുന്നത് അനുഭവങ്ങളാണ്. അനുഭവങ്ങളില്ലാത്തൊരു മനുഷ്യന് എഴുതാൻ സാധിക്കില്ല എന്ന് ബഷീർ പറയുകയുണ്ടായി. അടുത്ത ചോദ്യം നോക്കാം. നാം കാണുന്നതും അറിയുന്നതും ഉണർന്നിരിക്കുമ്പോൾ തൊട്ടനുഭവിക്കുന്നതുമായ ലോകത്തിനപ്പുറം ചില ലോകങ്ങളുണ്ട് എന്ന് പറയുന്ന ബഷീറിൻ്റെ രചന ഏതാണ്? അതിൻ്റെ ഉത്തരം നോക്കാം. നാം കാണുന്നതും അറിയുന്നതും ഉണർന്നിരിക്കുമ്പോൾ തൊട്ടനുഭവിക്കുന്നതുമായ ലോകത്തിനപ്പുറം ചില ലോകങ്ങളുണ്ട് എന്ന് പറയുന്ന ബഷീറിൻ്റെ രചനയാണ് നിലാവെളിച്ചം എന്നാണ് ബഷീറിൻ്റെ രചനയുടെ പേര് കേട്ടോ. എല്ലാവരും ഇതൊന്ന് പ്രത്യേകം നോട്ടേക്ക്. ഇത് മുൻപൊരു എക്സാമിന് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം നോക്കാം. ഇതിനേക്കാൾ വലിയ യുദ്ധവിരുദ്ധ കൃതി നമ്മുടെ സാഹിത്യത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് MN വിജയൻ പറയുന്നത് ബഷീറിന്റെ ഏത് കൃതിയെക്കുറിച്ചാണ്? ബഷീറിന്റെ ശബ്ദങ്ങളെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ബഷീർ കൃതികളുടെ സമഗ്രമായ അവലോകനം നടത്തുന്ന MN വിജയന്റെ കൃതി ഏത്?
ഇതിനുത്തരം വരുന്ന ഏതാണ്? നമ്മുടെ യൂണിറ്റിൻ്റെ പേര്, നമ്മളുടെ ഈ ഒരു യൂണിറ്റിൻ്റെ പേര് എന്താണ്? മരുഭൂമികൾ പൂക്കുമ്പോൾ അല്ലേ? ഈ മരുഭൂമികൾ പൂക്കുമ്പോൾ എന്നുള്ള ഈ ഒരു കൃതിയിലാണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രഭാഷണ കൃതിയിലാണ് എന്ത് ബഷീറിനെ കുറിച്ച് പറയുന്നത്. ബഷീറിൻ്റെ എഴുത്തുകളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെക്കുറിച്ചും എല്ലാം വിശകലനം ചെയ്യുന്ന ഈ MN വിജയൻ്റെ കൃതിയുടെ പേരാണ് മരുഭൂമികൾ പൂക്കുമ്പോൾ. അതാണ് നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേരും വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് നോക്കാനുള്ളത് കേട്ടോ.